എന്നാൽ പിന്നീട് താങ്കൾ എൻ്റെ കാൽക്കൽ നമസ്കരിച്ച് ക്ഷമ ചോദിച്ചപ്പോൾ എനിക്ക് താങ്കളോട് ഒരു പകയും പ്രകടിപ്പിക്കുവാനായില്ല. അതിനാൽ എൻ്റെ ദേഷ്യം മറ്റൊന്നായി ഭവിച്ചിരിക്കുന്നു. ഇന്ദ്രൻ ശിവനെ നോക്കി ആശ്ചര്യത്തോടെ ചോദിച്ചു, എൻ്റെ നാഥ, താങ്കളിൽ നിന്ന് നിർഗമിച്ചത് എന്താണ്? അത് മനസ്സിലായോ എന്ന സംശയത്തിൽ ശിവൻ ഇന്ദ്രനെ നോക്കി. അതെൻ്റെ കോപത്തിൻ്റെ ആൾരൂപമായിരുന്നു. കാരണം നിങ്ങൾക്കെതിരെ അത് ഉപയോഗിക്കാൻ ഞാൻ തയ്യാറായില്ല. എൻ്റെ കോപം എന്നിൽ നിന്ന് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോഴത് സമുദ്രത്തിലുണ്ട്. ഇന്ദ്രൻ ഒരിക്കൽ കൂടി പരമശിവനോട് ക്ഷമ ചോദിക്കുകയും ബുദ്ധിപരമായി തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് മടങ്ങിയ ഇന്ദ്രൻ്റെ പ്രശ്നങ്ങളുടെ തുടക്കം അവിടെ തുടങ്ങുകയാണ്. ശിവൻ വളരെ ശക്തനായ ഒരു ദൈവമായതിനാൽ അദ്ദേഹത്തിൻ്റെ കോപവും പ്രവചനാതീതമാം വിധം ശക്തിമത്തായതാണ്. കോപം മുഴുവൻ സമുദ്ര തിരമാലകളിൽ ഒറ്റയടിക്ക് നിക്ഷേപിച്ചപ്പോൾ ആ കോപം ഒരു കുഞ്ഞായി രൂപാന്തരപ്പെട്ടു. ആ കുഞ്ഞ് സമുദ്രത്തിന് മുകളിൽ അലമുറയിട്ട് കരഞ്ഞു. സൃഷ്ടിയുടെ ദൈവമായ ബ്രഹ്മദേവൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവിടെ എത്തി. അദ്ദേഹം കുഞ്ഞിനെ കോരിയെടുത്തു. ബ്രഹ്മാവ് കണ്ടെത്തിയ കുഞ്ഞിന് അസാധാരണമായ ഭാരം അനുഭവപ്പെട്ടു. ബ്രഹ്മദേവൻ കുഞ്ഞിനെ എടുത്തപ്പോൾ കുഞ്ഞിൻ്റെ ചെറിയ കൈകൾ തൻ്റെ താടി പറിച്ചെടുക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കുഞ്ഞ് താടിയിൽ പിടിച്ച് വലിക്കുന്ന ശക്തി അപാരമാണ്. ബ്രഹ്മാവ് അസഹനീയമായി ഏതാണ്ട് നിലവിളിച്ചു. കവിളിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ബ്രഹ്മദേവൻ കുഞ്ഞിനെ നോക്കി പറഞ്ഞു, നീ വളരെ ശക്തനാണ്. നിന്റെ ശക്തിയാൽ എൻ്റെ കണ്ണുകളിൽ ജലധാര സൃഷ്ടിച്ചു. അതിനാൽ ഞാൻ നിനക്ക് ജലന്ധരൻ എന്ന് പേരിടുന്നു. ജലന്ധരൻ എന്നാൽ വെള്ളം കൊണ്ടുവരുന്നവൻ എന്നർത്ഥം.